അലിയാര് തങ്ങളതാ ഖബറുകളുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അതാ വിളിക്കുകയാണ്, യാ സഹാബൽ ഖുബൂർ, അല്ലയോ ഖബർ നിവാസികളെ, അല്ലയോ ഖബറാളികളെ, അല്ലയോ ഖബറാളികളെ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാറുണ്ട്. എന്നിട്ട് അതാ അലി റളിയല്ലാഹു തആല പറയാ, നിങ്ങൾ പോയതിനു ശേഷം ഈ ദുനിയാവിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനു ശേഷം അള്ളാഹുവിന്റെ പരലോകത്തിന്റെ ഒന്നാമത്തെ ഘട്ടമായ ഖബറിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് പോയതിനു ശേഷം ഇവിടെ നടന്നതെന്നറിയുമോ? നിങ്ങളുടെ വീടുകളുണ്ടല്ലോ, നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ പൊന്നുമക്കളുമായി, നിങ്ങളുടെ ഭാര്യയുടെ കൂടെ, കുടുംബാദികളോട് കൂടെ, മാതാപിതാക്കളുടെ കൂടെ നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ച നിങ്ങളുടെ വീടുകൾ, ജീവിതത്തിന്റെ ആയുസ്സിന്റെ നല്ലൊരു ഭാഗവും വളരെയേറെ കഷ്ടപ്പെട്ട് പ്രവാസ ലോകത്ത് കടന്നു ചെന്ന് ചോരനീരാക്കി പാടുപെട്ട് പണിയെടുത്ത് പണി കഴിപ്പിച്ച നിങ്ങളുടെ വീടുകളുണ്ടല്ലോ, ആ വീടുകളിൽ നിന്ന് വേറെ താമസക്കാരാണ്, ആ വീടുകളിൽ നിന്ന് വേറെ താമസക്കാരാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, നിങ്ങൾ വളരെയേറെ സ്നേഹത്തോടെ പരിലാളിച്ച, നിങ്ങളുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും സാന്ത്വനമായ സന്തോഷത്തിന്റെ കാരണക്കാരായി കൂടെ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളുടെ മരണശേഷം അവരെ വേറെ ആളുകൾ വിവാഹം കഴിച്ചു. നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങളെല്ലാം നിങ്ങൾ വളരെയേറെ സ്നേഹത്തോടെ, വളരെയേറെ ആഗ്രഹത്തോടെ നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന നിങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം നിങ്ങളുടെ പൊന്നുമക്കൾ അനന്തരാവകാശികൾ അതെല്ലാം വീതിച്ചെടുത്തിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ ദുനിയാവിൽ നിന്ന് പോയതിനു ശേഷമുള്ള വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ദുനിയാവിന്റെ വിശേഷങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയതിനു ശേഷമുള്ള ഈ ദുനിയാവിന്റെ അവസ്ഥകൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണ് ഖബറിനെ കുറിച്ച് പറയാറുള്ളത്? ഈ ഖബറിന്റെ ഭീകരത നിങ്ങൾ കണ്ടവരാണ്, ഈ ഖബറിന്റെ ഭീകരതകൾ നിങ്ങൾ നേരിൽ കണ്ടവരാണ്, അനുഭവിച്ചവരാണ്. നിങ്ങൾക്ക് ഞങ്ങളോട് പറയാറുള്ളതെന്താ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ ഖബറിന്റെ ചാരത്ത് നിന്ന് ചോദിക്കുകയാണ്, ഖബറിന്റെ ചാരത്ത് നിന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഖബറാളുകളും മറുപടി പറയില്ലല്ലോ, ഖബറാളുകളും മറുപടി പറയില്ലല്ലോ. അലി റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, ഈ ഖബറാളുകളെങ്ങാനും മറുപടി പറയുമായിരുന്നുവെങ്കിൽ, ഈ ഖബറാളുകൾ പറയുന്ന മറുപടി നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവരെന്താണ് പറയുന്നതെന്നറിയുമോ? അവർക്ക് നമ്മളോട് തരാനുള്ള ഉപദേശം, പള്ളിയുടെ പള്ളിക്കാട്ടിൽ കിടന്നുറങ്ങുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിനും, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനുമെല്ലാം തരാനുള്ള, നമുക്ക് തരാനുള്ള, നിനക്ക് തരാനുള്ള ഉപദേശം എന്തെന്നറിയുമോ? ഇന്ന ഖൈറസ്സാദി തഖ്വാ, ഇന്ന ഖൈറസ്സാദി തഖ്വാ. അവര് പറയുന്ന ഒരേ ഒരു കാര്യം, ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ, പടച്ച തമ്പുരാനെ പേടിച്ച് ജീവിക്കണേ, അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് സന്മാർഗത്തിൽ പടച്ചവരെ പേടിച്ച് നിങ്ങൾ ജീവിക്കണേ എന്ന ഒരൊറ്റ ഉപദേശം മാത്രമായിരിക്കും ഈ ഖബറാളികൾക്ക് നമ്മളോട് തരാറുള്ളതെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു